അതിൽ വലിയ വാർത്തയായിരുന്നു SFIO സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷനുമായിട്ട് ബന്ധപ്പെട്ട് വീണ വിജയൻ മുഖ്യമന്ത്രിയുടെ മകളുടെ പേര് പ്രതിപട്ടികയിൽ വന്നു. അപ്പം അതിനെ തുടർന്ന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് മണി ലോണ്ടറിങ് കേസ് ഇനിഷ്യേറ്റ് ചെയ്തു, അതായത് വീണ വിജയനെതിരെ. അപ്പോൾ ഉറപ്പായിട്ടും മണി ലോണ്ടറിങ് കേസ് കൊടുത്തവർ പറയുന്നു ഞങ്ങൾ പണം കൊടുത്തു, ജോലി ചെയ്യാതെ. മനസ്സിലാക്ക്, ജോലി ചെയ്യാതെ ഞങ്ങൾ വീണ വിജയന് പണം കൊടുത്തു, എക്സോളജിക് സൊല്യൂഷൻ. അപ്പം പണം കൊടുത്തവർ പറയുന്നു, അപ്പം വീണ വിജയൻ്റെ കമ്പനി പറയുന്നു ആ പണം വാങ്ങി, അത് കൺസൾട്ടൻസിയാണ്. പക്ഷെ ആ ഒരു ജോലി നടന്നിട്ടില്ല. അത് ഒന്നാമത്തെ തെളിവ്. അപ്പോൾ വീണ വിജയൻ അത് ഡയറക്റ്റ് പ്രതിയായി, അതായത് മണി ലോണ്ടറിങ് കേസുമായിട്ട്. എന്തിന് പണം വാങ്ങി? ഇനി രണ്ടാമത്തെ ഒരു സംഭവമുണ്ട്. ഇത് ആര് പറഞ്ഞിട്ടാണ് ഇത്രയും വലിയൊരു എമൗണ്ട് വീണ വിജയന് കൊടുത്തത്? അപ്പം ഈ കൊടുത്തവർ പറയുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇത്രയും പണം വീണ വിജയന് കൊടുത്തത്. അപ്പം മുഖ്യമന്ത്രി അതിൻ്റെ കൂട്ടുപ്രതിയായി. സിമ്പിളാക്കുക, കേസ് വളരെ സിമ്പിൾ. അപ്പോൾ EDയുടെ ഒഫീഷ്യൽസ് പറയുമ്പോൾ രണ്ടുപേരും പ്രതികളാണ്. കാരണം കൊടുത്തവർ പറയുന്നു ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടാണ് പണം കൊടുത്തത് വീണ വിജയന്. മുഖ്യമന്ത്രിയോട് പണം കൊടുക്കുന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞിരുന്നു ഇത്ര പണം ഞങ്ങൾ കൈമാറി. തെളിവുകളാണ് ഇതൊക്കെ. ഇതിനൊക്കെ ഡേറ്റ വെച്ചുള്ള തെളിവുകളുണ്ട്. കാരണം ടെലിഫോണിക് കോൺവെർസേഷൻ, ഇൻട്രാക്ഷനും ആ വിളിച്ച സമയവും. ഇതിനകത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഡയറക്റ്റ് പ്രതിയാവുക. അതായത് വീണ വിജയൻ മാത്രമല്ല പ്രതിയാകുന്നത്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും കൂടെ ഈ കേസിൽ പ്രതിയാവുക. വീണ വിജയനെ ഉറപ്പായിട്ടും ഈ വരുന്ന ആഴ്ച 1-2 ആഴ്ചയ്ക്കുള്ളിൽ അറസ്റ്റ് ചെയ്യും. കാരണം എല്ലാ തെളിവും ഉണ്ട് അവരുടെ കയ്യിൽ. അതായത് അവർ സമൻ ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. ഇപ്പം പാർട്ടിയുടെ കോൺഗ്രസ് നടക്കുവാണ് മധുരയിൽ വെച്ച്. വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവിടെ ചെന്നേ മതിയാവത്തുള്ളൂ. ഏകദേശം 13 പ്രാവശ്യമാണ് SFIO വീണ വിജയനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വിളിച്ചത്. ചെന്നൈ വിളിപ്പിച്ചു, ഡൽഹി വിളിപ്പിച്ചു, തിരുവനന്തപുരത്ത് അവർ വന്ന് അവിടെ ഒരു ഹോട്ടലിനടുത്ത് അവിടെ വെച്ച് ഇതിനെപ്പറ്റി സംസാരിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അവർ പോയില്ല, വീട്ടിലും പോയില്ല. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഈ SFIO അന്വേഷിച്ചപ്പോൾ ED അതിൽ രാജ്യത്ത് ലാവ്ലിൻ കേസിൽ നിന്ന് വലിയ തരത്തിൽ തന്നെ പിണറായി വിജയൻ ഒരു പരിധിവരെ രക്ഷപ്പെട്ട് നിൽക്കുന്നത് പോലെ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഇതിന്റെ വിഷയങ്ങളൊക്കെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന മാത്യു സാമുവൽ സാർ, അദ്ദേഹം രാജ്യത്തെ തന്നെ സീനിയർ ജേർണലിസ്റ്റ് ആണ്. പുള്ളിക്കാരൻ ജേർണലിസ്റ്റ് എന്നുള്ളതിനുപരിയായിട്ട് പുള്ളി ഇൻവെസ്റ്റിഗേഷൻ രഹസ്യമായിട്ട് പല അഴിമതി കേസുകളും നമ്മൾ കേട്ടാൽ ഞെട്ടിത്തെരിച്ചു പോകുന്ന തരത്തിലേക്കുള്ള കോടിക്കണക്കിന് രൂപയുടെ അഴിമതി, അദ്ദേഹത്തിന്റെ ഒരു മൊത്തത്തിലൊരു കാഴ്ചപ്പാട് നോക്കുമ്പോൾ 20,000 അല്ലെങ്കിൽ ഏകദേശം ഒരു 15,000 കോടി മുതൽ 20,000 കോടി വരെയുള്ള അഴിമതികൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് ഈ മാത്യു സാമുവൽ. അപ്പൊ അദ്ദേഹം ഈ വിഷയത്തിൽ പറയുന്നത് കൃത്യമാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഉള്ളിൽ ഏതെല്ലാം തരത്തിൽ അഴിമതി നടത്താൻ സാധിക്കും, അല്ലെങ്കിൽ രാജ്യത്തിന് പുറത്ത് നടത്താൻ പറ്റും, അതൊക്കെ ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്കുള്ള മാനസികാവസ്ഥ, പണത്തിനോട് അതുപോലെ ആക്രാന്തമുള്ള ആളുകളാണ് ഈ പിണറായി വിജയനും പിണറായി വിജയന്റെ മകളും എന്നുള്ളത് യാതൊരു തർക്കമില്ല. പുള്ളിക്കാരൻ ഇപ്പോ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ മാത്യു സാമുവൽ പറഞ്ഞിരിക്കുന്ന വിഷയത്തിൽ മകളെ ഉറപ്പായിട്ടും വരുന്ന 2 ആഴ്ചക്കുള്ളിൽ അറസ്റ്റ് അല്ലെങ്കിൽ 1 മാസത്തിനുള്ളിൽ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാവിധ സാഹചര്യമുണ്ട് വീണ വിജയന്. അതിനോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയും ഈ കേസിൽ പ്രതിയാവുന്ന തരത്തിലേക്കുള്ള കലാപരിപാടികളാണ് സൃഷ്ടിക്കപ്പെടുക. അപ്പൊ കുറച്ചു നാൾക്ക് മുന്നേ ഈ ഒരു കേസ് പുറത്തേക്ക് വന്ന സമയത്ത് ചില ആളുകളൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇത് BJPയും CPMും കൂടി കോംപ്രമൈസ് ആയ വിഷയമാണ്, അതിൽ മകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കലാപരിപാടികൾ നടത്തി, കൂട്ടത്തിൽ തൃശ്ശൂര് വിജയിക്കാൻ വേണ്ടി BJPക്ക് വലിയ സാഹചര്യം ഒരുക്കിയത് ഈ ഒരു കേസാണെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. തൃശ്ശൂർ CPM BJPക്ക് വോട്ട് മറിച്ചു എന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ ഒരു സംവിധാനമായിരുന്നെങ്കിൽ ഇപ്പൊ ഈ ഒരു അന്വേഷണം വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. കാരണം BJPയെ സംബന്ധിച്ച് കേരളത്തിൽ തൃശ്ശൂരിൽ വിജയിച്ചത് മാത്രമല്ല, വലിയ രീതിയിലൊരു മുന്നോട്ട് പോക്കാണ് ഉണ്ടായിട്ടുള്ളത്. അതൊരു നിസ്സാരമായിട്ടുള്ള സംഭവമല്ല. BJPയുടെ സ്റ്റേറ്റ് പ്രസിഡന്റായിട്ട് രാജീവ് ചന്ദ്രശേഖർ കൂടി വരുന്ന ഈ ഒരു സമയത്ത് യുവജനങ്ങളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് കേരളത്തിൽ BJP മാറിക്കഴിഞ്ഞു. കാരണം 1980 മുതൽ 2015 വരെയുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല ഇന്ന് നമ്മുടെ കേരളത്തിലുള്ളത്. പുതിയ ജനറേഷൻ മാറ്റം ഉണ്ടായ സമയത്ത് ഇവർക്ക് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കേണ്ടത്. അതിന് പറ്റിയ ആളുകളാണ് നമ്മുടെ രാഷ്ട്രീയത്തിൽ വേണ്ടത്. അത് BJPയിൽ മാത്രമേ ഉള്ളൂ.
അപ്പോ ഇവിടെ പല രീതിയിൽ നമ്മുടെ നാട്ടിലെ ജനങ്ങളെ പറ്റിക്കാനും അധികാരം ഉപയോഗിച്ചുകൊണ്ട് പണം ഉണ്ടാക്കാനും മാത്രം അറിയാവുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അല്ലെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ, അല്ലെങ്കിൽ അങ്ങനെ ഒരു അങ്ങനെ പാവപ്പെട്ട രീതിയിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള പിണറായി വിജയനെ പോലെയുള്ള ആളുകളുടെ സാമ്പത്തിക അവസ്ഥ ഇന്ന് എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ കോടീശ്വരന്മാരായി മാറിയിരിക്കുകയാണ് CPM നേതാക്കന്മാര്. വെറും ചെത്തുതൊഴിലാളിയുടെ മകനായിട്ട്, പ്രത്യേകിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വേറെ എവിടെയും വലിയ രീതിയിലുള്ള ജോലിയൊന്നും പിണറായി വിജയൻ എടുത്തില്ല. ഫുള്ള് പാർട്ടി പ്രവർത്തനം മാത്രമായിട്ട് നടന്നിരുന്ന ഒരാളാണ്. അപ്പൊ ഇങ്ങനെ ഒരു വ്യക്തി കോടീശ്വരനായി മാറിയിരിക്കുകയാണ്. അപ്പൊ മകളെ സംബന്ധിച്ച് മകളുമായി ബാംഗ്ലൂർ IT കമ്പനി നടത്തുന്നു, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല കാര്യങ്ങൾ, പല രീതിയിലുള്ള ആരോപണങ്ങൾ പല ഘട്ടങ്ങളിലായിട്ട് വരുന്നു. ഇപ്പൊ ഈ ഒരു ആരോപണം വന്ന സമയത്തും BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കാര്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകില്ല എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ആത്മവിശ്വാസത്തിലായിരുന്നു ഇവിടെ പല ആളുകളും. പക്ഷെ അതൊക്കെ പൂർണ്ണമായിട്ട് തകർത്തെറിഞ്ഞുകൊണ്ടുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഉറപ്പായിട്ടും വീണ വിജയന്റെ അറസ്റ്റ് വൈകാതെ തന്നെ ഉണ്ടാകും. കാരണം ഇവരെ പോലെയുള്ള ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെടണം. ഇതിലും വലിയ കൊലകൊമ്പന്മാർ നമ്മുടെ രാജ്യത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾക്കറിയാം, അരവിന്ദ് കെജ്രിവാൾ ആരായിരുന്നു? ദില്ലി മുഖ്യമന്ത്രി ആയിരുന്ന ആള്. ഏതെല്ലാം തരത്തിൽ ബി ജെ പി ഒന്നും സത്യം പറഞ്ഞാൽ കഴിഞ്ഞൊരു 10 വർഷം നിലം തൊടിയിക്കാത്ത രീതിയിലായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അത് വേറെ ആയിരുന്നെങ്കിൽ പോലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദില്ലിയിൽ വലിയ അപ്രമാദിത്യമായിരുന്നു ആം ആദ്മി പാർട്ടിക്ക് അരവിന്ദ് കെജ്രിവാൾ ഉണ്ടാക്കി കൊടുത്തത്. പക്ഷെ അതിനെയൊക്കെ ആ വ്യക്തിയെ പോലും BJP അധികാരത്തിൽ വരുന്നതിന് മുന്നോടിയായിട്ട് അയാൾ നടത്തിയ ഏകദേശം 100 കോടിക്ക് മുകളിലുള്ള അഴിമതി കേസിൽ, മദ്യനയ അഴിമതി കേസിൽ കൃത്യമായിട്ട് ജയിലിൽ അടക്കാനും പുള്ളിയുടെ രാഷ്ട്രീയ സംവിധാനങ്ങൾ തന്നെ തുലച്ചു കളയാനും BJPക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഇന്ന് കേരളത്തിലേക്ക് എത്തുകയാണ്. പിണറായി വിജയൻ വലിയ കരുത്തനായിട്ടുള്ള ഒരു CPM നേതാവാണ്, മുഖ്യമന്ത്രിയാണ്. അരവിന്ദ് കെജ്രിവാളിന്റെ എന്താണോ അവസ്ഥ, ആ അവസ്ഥ തന്നെ പിണറായി വിജയൻ വരികയാണ്. അതിന്റെ ഏറ്റവും ഉദാഹരണമായിട്ട് മകളെ ഏതെല്ലാം തരത്തിൽ സംരക്ഷിക്കാൻ സാധിക്കുമോ അത് മുഴുവൻ ചെയ്ത് ഇവിടെ വലിയ രീതിയിലുള്ള ഒരു സംവിധാനം ഒരുക്കി മുന്നോട്ട് പോവുക എന്നുള്ള നയമായിട്ട്, പക്ഷെ അതിനെ പൂർണ്ണമായിട്ട് ഇപ്പോൾ നശിപ്പിച്ചു കളയുന്ന നിലപാടിലേക്ക് കേന്ദ്ര സർക്കാർ കാര്യങ്ങൾ എത്തിക്കുന്നു. എത്ര കോടി രൂപയുടെ അഴിമതികളാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് CPMന്റെ ഇതുപോലെയുള്ള മുഖ്യമന്ത്രിയുടെ മകളടക്കം ഇതുപോലുള്ള കേസുകളൊക്കെ പെടുന്ന സമയത്ത് ഇവരുടെ സാധാരണക്കാരായിട്ടുള്ള ലോക്കലിയുള്ള പ്രവർത്തകരൊക്കെ മാനസികാവസ്ഥ എന്തായിരിക്കും? ഒരു വിഷയത്തിൽ, ഏതെങ്കിലും ഇവരുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ ലോക്കൽ ഒരു പോലീസ് അല്ലെങ്കിൽ ഒരു SI ഒരു നടപടി എടുത്തു കഴിഞ്ഞാൽ സ്റ്റേഷനിൽ കയറിക്കൊണ്ടും അല്ലെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടും ഒക്കെ പല രീതിയിലുള്ള കൊമ്പ് കോർക്കലിനും വലിയ രീതിയിൽ നമ്മുടെ നാട്ടിലെ ജനങ്ങളെ ഭയപ്പെടുത്തി മുന്നോട്ട് പോകുന്ന ആളുകളാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് ഇവിടെ എന്ത് അഴിമതി നടത്തിയാലും ഞങ്ങളുടെ പാർട്ടിക്ക് കൂടെ വോട്ട് ചെയ്യാൻ ആളുണ്ട്, ഞങ്ങളുടെ പാർട്ടിക്ക് കൂടെ എല്ലാ സംവിധാനങ്ങളുണ്ട്, ഞങ്ങളുടെ അധികാരത്തിലിരുന്നു കൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ ഒരു സാഹചര്യത്തിൽ പൂർണ്ണമായിട്ടും ഒരു രീതിയിലും ഞങ്ങളെ തകർക്കാൻ സാധിക്കില്ല എന്നുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടാണ് ഇവിടെ CPM നേതൃത്വം പോകുന്നത്. അപ്പോൾ മുകളിൽ നിന്ന് വരെ താഴേക്ക് വരെ നോക്കുന്ന സമയത്ത് എല്ലാം തന്നെ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുന്ന, അല്ലെങ്കിൽ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അടിമുട്ടി അഴിമതിയിൽ കുളിച്ച് ആർമാദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലുള്ള കാര്യങ്ങൾ ഒരു സംശയമില്ല. അപ്പൊ ഇതിനൊക്കെ ഒരു അന്ത്യം വരാൻ പോകുന്ന സമയമാണ്. എങ്ങനെയാണെങ്കിലും വീണ വിജയന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നുള്ള സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. അത് തന്നെയാണ് മാത്യു സാമുവൽ സാർ ഇവിടെ കൃത്യമായിട്ട് വിശദീകരിക്കുന്നത്.